ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ചർച്ചയായതാണ്. രാഷ്ട്രീയ ബോധ്യമുള്ളവർ മുഴുവനും അത് വീക്ഷിച്ചതുമാണ്. അതിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി തന്നെ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലതുപക്ഷ ആംഗിളിലുള്ള മുഖ്യധാരാ മാധ്യമം അതെടുത്ത് ചർച്ച ചെയ്യുന്നത് കണ്ടു. എന്താണ്? ദീർഘവീക്ഷണമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പിണറായിയെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് ഇടത് ആംഗിളിലുള്ള ചാനലുകൾ പുറത്തുവിട്ടത്. പക്ഷേ വലിയ ദീർഘവീക്ഷണമുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയതെന്ന്. എന്തായിരുന്നു ആ ദീർഘവീക്ഷണം എന്ന് ഇൻഡെപ്ത് നമ്മൾ പോകുമ്പോഴാണ് അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാവുക. എന്താ ആ വീഡിയോയിൽ പറയുന്നത്, ആ പ്രസംഗത്തിൽ പറയുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തോൽവി വളരെ ന്യായമായ തോൽവിയാണ്. അതായത് നമ്മൾ ഫൈറ്റ് ചെയ്തു, ശക്തമായി ഇന്ത്യ സഖ്യം വരവറിയിച്ചു, ആ ഒരു വലിയ പ്രസൻസ് ആയി പ്രതിപക്ഷത്തുണ്ട്. മോഡിക്കൊന്നും പഴയ ശക്തിയില്ല. പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടോ 2029 ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന്? കൊൽക്കത്തയിലെയും ബംഗാളിലെയും സമീപ സമയത്ത് നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും BJP-യുടെ NDA-യുടെ വിജയത്തെ നിങ്ങൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ വിജയിക്കുന്നു എന്നാണോ? അല്ല, വോട്ട് ചോരിയിലൂടെ, ക്രമക്കേടിലൂടെ, ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയെ ഹൈജാക്ക് ചെയ്തതിന്റെ, ഇലക്ഷൻ കമ്മീഷനെ ഹൈജാക്ക് ചെയ്തതിനെ, വോട്ടേഴ്സ് മിഷൻ, ഇലക്ട്രൽ മിഷൻ ഹൈജാക്ക് ചെയ്തതിന്റെ ഒക്കെ ഫലമാണ്. അതുകൊണ്ട് നിഷ്പക്ഷമതികളെ, നിങ്ങൾ വിചാരിക്കരുതേ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു തിരിച്ചുവരവുണ്ട് എന്ന്. പിന്നെ എന്താ നമുക്ക് സാധിക്കുക? റെസിസ്റ്റൻസ്, പരിപൂർണമായി തടുക്കുക, ഡിഫെൻഡ് ചെയ്യുക, നമ്മൾ റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. അതല്ലാതെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് വലതുപക്ഷ ആംഗിളിലുള്ള ആ മാധ്യമം പറയാണ്. ഇത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രസംഗമാണെന്ന്. ഈ തോൽവി സമ്മതിക്കലിന് ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവായി രാഹുലിനെ വെച്ചു വാഴിച്ചു മുന്നോട്ട് പോവുക? ഒരു മുൻവിധിയോട് കൂടിയുള്ള ഒരു സമീപനം, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണ്ടേ ഒരു ലീഡർ? ഈ നാടിന്റെ ഒരു വലിയ സ്വാധീനമുള്ള ഒരാളാവണ്ടേ ഒരു ലീഡർ? ഇവിടെ കൃത്യമായി ക്രമക്കേടുകളെ നമ്മൾ എടുത്തു കാണിക്കുന്നുണ്ട്, ക്രമക്കേടുകൾ ബോധ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾ ഇവിടെ ഒരു വിപ്ലവമായി മാറി, ഒരു പ്രക്ഷോഭമായി മാറി. കൃത്യമായി തിരിമറികളിലൂടെ അല്ലാതെ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് BJP വരുത്താൻ നമുക്കൊരു അവസാന ശ്രമത്തിന് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാറിയാലോ, ഇറങ്ങിയാലോ? ഇത്തരം ചർച്ചകളിലേക്ക് പോകേണ്ടതിന് പകരം നിഷ്പക്ഷമതികളെ, നിങ്ങൾ വിചാരിക്കുന്നുവോ 2029 ഇന്ത്യ മുന്നണി BJP-യെ അട്ടിമറിച്ചു വരുമെന്നില്ല? ഇവിടെ ഇനി ഇന്ത്യയിൽ സാധിക്കുക റെസിസ്റ്റൻസിന് മാത്രമാണെന്ന്. 100% ഇതിനെ ദീർഘവീക്ഷണം എന്നല്ല പറയുക, അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചിന്താഗതി, മനോഗതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. ഒരു കാര്യം കൂടിയുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മാത്രമാണ് സജീവമായി നിൽക്കുന്നതെങ്കിലും ഈ നാടിന് മുഴുവനും കോപ്പി ചെയ്യാനുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവവായുവായി നിൽക്കുന്ന ആ പാർട്ടി നിലപാട് പറയാൻ പോകുന്നു. ഇന്ത്യ മുന്നണി വിടാൻ ഒരുങ്ങുന്നു. ഇന്ത്യ മുന്നണിയിൽ CPM ഇല്ലാതെ കേരളത്തിൽ CPM മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിലേക്കാണ് വരാൻ പോകുന്നത്.